എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള ഭാഗമാണ് വായിക്കേണ്ടത്. 22-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ വായിച്ചുകൊള്ളട്ടെ. അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്നവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയാദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്ന് അരുളി ചെയ്തു. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആദ്യ പാഠങ്ങളുടെ പുസ്തകമാണ് ഉൽപ്പത്തി. ദൈവാനുഭവത്തിന്റെയും ആരാധനയുടെയും എല്ലാം ആദ്യ പാഠങ്ങൾ ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കാം. സ്വർഗത്തിൽ ഉലാത്തിക്കൊണ്ടിരുന്ന ദൈവത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതും ഉൽപ്പത്തിയിലെ കഥാപാത്രങ്ങളാണ്. പിഴവുകളുടെ പരിഹാരവുമെല്ലാം ഇവിടെ നമ്മൾ കാണുന്നു. ആദിപിതാവ് ആദമാണെങ്കിലും അനുസരണക്കേടിനാൽ വഴിപിഴച്ച് ഏദനിൽ നിന്നും ദൂരെയാകുമ്പോൾ അനുസരണത്താൽ ബഹുജാതികളുടെ പിതാവായി, വിശ്വാസികളുടെ പിതാവായി അബ്രഹാം ഏദനിലേക്കുള്ള വഴിയിൽ തിരിച്ച് വരികയാണ്. അനുസരണം കൊണ്ടും വിധേയത്വം കൊണ്ടും ദൈവത്തിലുള്ള വിശ്വാസത്തെ ആരാധനയുടെ യാഗാർപ്പണത്തിന്റെ ആത്മാവും മജ്ജയും മാംസവുമാക്കി മാറ്റിയ അബ്രഹാം സഞ്ചാരികളുടെ പിതാവാകാതെ വിശ്വാസികളുടെ പിതാവായി ഒരു സ്ഥായിയായ നാമത്തിന് ഉടമയാകുന്നു. ഊരിന്റെ സുരക്ഷിത ഭവനത്തിൽ നിന്നും കാണിപ്പാനിരിക്കുന്ന ദേശം എന്ന പ്രഹേളികയ്ക്ക് ചെവി കൊടുത്ത് മരുഭൂമിയുടെ അരക്ഷിതത്വത്തിലേക്ക് ഇറങ്ങിയവനാണ് അബ്രഹാം. ഈ യാത്ര അനുസരണത്തിൽ അബ്രഹാം ദൈവത്തിന് സമർപ്പിക്കുന്ന ഒന്നാമത്തെ ബലിയാണ്. തൻ്റെ ഏകജാതനായ പുത്രനെ ആരാധനയുടെ ഉത്തുംഗശൃംഗമായ മോറിയാമലയിൽ യാഗമർപ്പിക്കുവാൻ പോകുമ്പോൾ അബ്രഹാമിന് കൂട്ടായിട്ടുള്ളത് വിശ്വാസത്തിലെ ദൃഢനിശ്ചയം മാത്രമാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ അവസാനിക്കുന്നതല്ല തൻ്റെ വിശ്വാസം എന്ന് തെളിയിച്ച അബ്രഹാമിന്റെ ജീവിതത്തിന്റെ 2ാമത്തെ പുണ്യബലിയായി നമുക്കിതിനെ മനസ്സിലാക്കാം. ഊനമില്ലാത്ത സ്നേഹാർപ്പണം. ഇസഹാക്കിന്റെ ജനനത്തിന് മുൻപ് വരെ ആടുമാടുകളിലും ദാസന്മാരുമായിരുന്നു അബ്രഹാമിന്റെ സമ്പത്ത്. ഇവയെല്ലാം പരിപാലിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്തു വന്നു. എങ്കിലും അവയ്ക്ക് അമിത പ്രാധാന്യം നൽകുകയോ അതിരറ്റ് അവയിൽ പ്രിയം വയ്ക്കുകയോ ചെയ്തിരുന്നില്ല. അവന്റെ ഭാര്യയായ സാറയെപ്പോലും ഈ ഗണത്തിന് ഉപരിയായി കണ്ടിരുന്നു എന്നത് സംശയമാണ്. എന്നാൽ അബ്രഹാം സ്നേഹിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് തന്റെ ഏകജാതനായ പുത്രനായ ഇസഹാക്കിനെയാണ്. പിതൃപാരമ്പര്യമായി തനിക്ക് അവകാശപ്പെട്ട ദേശം ഉപേക്ഷിച്ചിട്ട് വന്നവനാണ് അബ്രഹാം. ഹൃദയത്തിൽ ആളിക്കത്തുന്ന തീയാണെങ്കിലും തനിക്കൊരു അവകാശിയെ നൽകി വാഗ്ദത്ത യാഥാർത്ഥ്യമാക്കിയ ദൈവത്തിന് ഇതിനേക്കാൾ വലിയൊരു അർപ്പണം ചെയ്യാൻ അബ്രഹാമിനില്ല. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്ന ഏറ്റവും വലുതും ഒന്നാമത്തേതുമായ കൽപ്പന അബ്രഹാം തന്റെ ജീവിതത്തിന്റെ ജീവന്റെ ഉടമ്പടിയായി സ്ഥാപിക്കുകയാണ്. ഊനമില്ലാത്ത ദൈവിക ദർശനം ലഭിക്കുന്നു. ദൈവകൽപ്പന നിറവേറ്റാൻ അബ്രഹാം അല്പം പോലും താമസിക്കുന്നില്ല. അതിരാവിലെ എഴുന്നേറ്റ് ഹോമയാഗത്തിനായി പുറപ്പെടുന്നു. പുറപ്പാടുകളും യാത്രകളും അബ്രഹാമിന് പുതിയ അനുഭവമൊന്നും അല്ല. എങ്കിലും ഈ യാത്ര ഒരു കഠിന വഴിയാണ്. കാരണം യാത്രയ്ക്ക് മുൻപേ തന്നെ, അതായത് ദൈവം കൽപ്പിച്ചപ്പോൾ തന്നെ അബ്രഹാമിന്റെ ഹൃദയത്തിൽ ഒരു ഹോമയാഗം നടന്നു കഴിഞ്ഞിരിക്കാം. ദൈവസന്നിധിയിൽ ഹോമയാഗമായി അർപ്പിക്കപ്പെട്ട മനസ്സുമായി യാത്ര ചെയ്ത് 3-ാം ദിവസം ദർശനത്തിന്റെ മലയായ മോറിയ മല കാണുന്നു. 3-ാം നാളിലെ ദർശനം അവൻ യാത്രയ്ക്ക് മുൻപ് കണ്ടു കാണുമോ എന്ന് നമുക്കറിയില്ല. ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്ന ഇസഹാക്കിന്റെ ചോദ്യത്തിന് ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളും മകനെ എന്ന ദൃഢനിശ്ചയത്തോടെ അബ്രഹാം ഉത്തരം നൽകുന്നു. തന്റെ ഹൃദയത്തിൽ യഹോവയ്ക്കായി ഹോമിക്കപ്പെട്ട ഇസഹാക്കിനെ 3-ാം നാൾ ദർശനത്തിന്റെ മലയിൽ ജീവനോടെ തന്നെ ഏറെ അനുഗ്രഹങ്ങളോടെ തിരികെ ലഭിക്കുന്നു. തന്റെ അവകാശവും കുലവും നിൽക്കുമെന്നതിനേക്കാൾ ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കാൾ അധികമായി തൻ്റെ സന്തതി വർദ്ധിക്കുന്നതിനേക്കാൾ
ഉയർത്തെഴുന്നേൽപ്പിന്റെ പുതിയ ദർശനം അബ്രഹാമിന് വെളിപ്പെടുന്നു. ഊനമില്ലാത്ത കാഴ്ച ദൈവസന്നിധിയിൽ അർപ്പിച്ചപ്പോൾ ഊനമില്ലാത്ത അനശ്വര ദർശനം ദൈവം അബ്രഹാമിന് നൽകുന്നു. പ്രിയരെ, എല്ലാ സാധ്യതകളും അസ്തമിച്ച സമയത്ത് ദൈവം അബ്രഹാമിന് ഒരു പുത്രനെ നൽകിയെങ്കിൽ ചാരക്കൂമ്പാരത്തിൽ നിന്നും ഒരു മകനെ നൽകാൻ ദൈവം മതിയായവനാണ് എന്ന പൂർണ്ണ ബോധ്യത്തോടെയാണ് തൻ്റെ യാത്ര. നമ്മുടെയും ഈ നോമ്പിൻ്റെ നാളുകളിൽ വിശ്വാസത്തിൽ തളർന്നു പോകാതെ ദൈവിക ദർശനം അനുഭവിപ്പാൻ, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ നമ്മളെ തന്നെ വിധേയപ്പെടുത്താൻ ഇടയാക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട കർത്താവേ, പുതിയ ദിവസത്തിനായും അതിൻ്റെ സാധ്യതയ്ക്കായും സ്തോത്രം. വിശ്വാസത്തിൽ കളങ്കമില്ലാതെ ഉറച്ചു നിൽപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ദൈവവിളിയോട് പൂർണ്ണമായും വിധേയപ്പെടാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവിടുത്തെ കൃപയിൽ ഞങ്ങളെ കാക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും വിശ്വാസ ദൃഢനിശ്ചയത്തിൻ്റെയും നാളുകൾ ഇനിയും വരുമ്പോൾ അവർക്ക് എല്ലാവർക്കും നൽകണം. യേശു മശിഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനവും അനുഗ്രഹവും കൃപയും നാം ഏവരോടും കൂടി ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.